Hello everyone, welcome back to Boma Fresh. Omega-3 fatty acids, പ്രോട്ടീൻ, കാൽഷ്യം എന്നിവയാൽ സമ്പുഷ്ടമായതും പ്രായഭേദമന്യേ നമുക്ക് എക്കാലത്തും പ്രിയപ്പെട്ടതുമായ ഒന്നാണ് മീൻമുട്ട വിഭവങ്ങൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള മീൻമുട്ട പെപ്പർ റോസ്റ്റാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഇത് മോദ എന്ന മീനിൻ്റെ 800 ഗ്രാം തൂക്കം വരുന്ന മുട്ടയാണ്. 35 ചെറിയുള്ളി ചതച്ചത്, ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞത്, 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചത്, അത് സ്പൂൺ കണക്കാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരും. അടുത്തത് പൊടികളാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് 2 തണ്ട് കറിവേപ്പിലയും 5-6 കഷ്ണം കുടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചതുമാണ്. മീൻമുട്ട ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കുടംപുളി ഇട്ട് നന്നായി വറ്റിച്ചതിന് ശേഷമാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും ചെറിയുള്ളിയും പകുതി വീതം ചേർത്ത് കൊടുക്കുക. കൂടെ കുടംപുളി അതിൻ്റെ വെള്ളത്തോടു കൂടിയും എക്സ്ട്രാ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടുപ്പിൽ വയ്ക്കുക. തിള വരുമ്പോൾ മീൻമുട്ട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മീൻമുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റി ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കുക. വേവിക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്താൽ പൊട്ടിപ്പോകുന്നത് കൊണ്ടാണ് പകുതി വേവിൽ ചെറുതായി ഒന്ന് ഹാർഡായതിനു ശേഷം കട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ പീസസായിട്ട് തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്ത് ഈ പീസസ് വീണ്ടും മൺചട്ടിയിലേക്കാക്കി മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ചാറ് വറ്റിച്ചെടുക്കുക. ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ബാക്കിയുള്ള ചെറിയുള്ളി ചതച്ചതും ചെറുതായി അരിഞ്ഞ സവാളയും ചേർത്ത് വഴറ്റിയെടുക്കുക. മിച്ചമുള്ള ഇഞ്ചി ചതച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പച്ചമണം മാറും വരെ വഴറ്റിയെടുക്കുക. ഇത് പാകമായി വരുമ്പോൾ ചതച്ച മുളകും കുരുമുളക് പൊടിയും കറിവേപ്പിലയും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകും വരെ മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് വറ്റിച്ച് വെച്ചിട്ടുള്ള മീൻമുട്ടയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. തവി കൊണ്ട് തന്നെ ഇതിനെ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കുറഞ്ഞ തീയിൽ ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. യെല്ലോ കളറിൽ നിന്നും ഇതൊരു ബ്രൗൺ കളറിലേക്ക് ആകണം. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള അര സവാളയും 2 തണ്ട് കറിവേപ്പില ചെറുതായി കീറിയതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. കുരുമുളകിൻ്റെ നല്ല എരിവും കുടംപുളിയുടെ പുളിയുമൊക്കെ പിടിച്ചു കിട്ടിയിട്ടുള്ള മീൻമുട്ട പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നല്ല ചൂടൻ ചോറിൻ്റെയോ കഞ്ഞിയുടെയോ ഒപ്പം ഇതുണ്ടെങ്കിലുണ്ടല്ലോ വേറെ ലെവൽ തന്നെയാണ്. മീൻമുട്ട കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും അഭിപ്രായം ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.